ഫേസ്ബുക്കിൽ നിരന്തരം പോസ്റ്റുകൾ പങ്കുവച്ചിരുന്ന വ്യക്തിയാണ് ബിഗ് ബോസ് താരം അഖിൽ മാരാർ. എന്നാൽ അടുത്ത കാലത്തായി അഖിൽ മാരാർ ഫേസ്ബുക്കിലൂടെയൊന്നും പ്രതികരിക്കാറില്ല. ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട വിവാദത്തിന് ശേഷമാണ് അഖിൽ മാരാർ ഫേസ്ബുക്കിൽ നിന്നും വിട്ടുനിൽക്കാൻ തുടങ്ങിയത്. ഈ പിന്മാറ്റത്തിൽ അഖിലിനെതിരെ പല കോണുകളിൽ നിന്നും പരിഹാസവും ഉയർന്നിരുന്നു. ഇപ്പോഴത് എന്തുകൊണ്ടാണ് ഫേസ്ബുക്കിൽ ആക്റ്റീവ് അല്ലാത്തതെന്ന് തുറന്നു പറയുകയാണ് അഖിൽ മാരാർ. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു അഖിൽ മാരാറിന്റെ പ്രതികരണം. മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തോടും അഖിൽ മാരാർ പ്രതികരിച്ചു. അഭിമുഖത്തിൽ അഖിൽ മാരാർ പറയുന്നത് ഇങ്ങനെയാണ്: പണ്ട് മുതലേ മരണത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഏത് നിമിഷവും തട്ടിപ്പോകുമെന്നാണ് ചിന്ത. അതുതന്നെയാണ് ധൈര്യവും. മരിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതി. ആനവാൽ മോതിരത്തിലെ ശ്രീനിവാസനെ പോലെ അപാരം ധൈര്യം തോന്നി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചയാളാണ് താൻ. പണ്ടൊക്കെ മരണത്തെക്കുറിച്ച് ഭയമായിരുന്നുവെങ്കിൽ ഇപ്പോൾ മരിക്കുന്നത് വരെ എനിക്ക് ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെന്ന് വിശ്വസിക്കുന്നയാളാണ് താനെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. ഒരു ഘട്ടത്തിൽ താൻ ആലോചിക്കുമായിരുന്നു തന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന്. നന്നായി പഠിക്കുമായിരുന്നു, പക്ഷെ +2 കൊണ്ട് വിദ്യാഭ്യാസം അവസാനിച്ചു. പ്രകൃതി എന്നെ പതിയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഭാവിയിൽ എന്തിനെങ്കിലും വേണ്ടിയുള്ള പരിപാടിയാണോ ഇതെന്ന് ചിന്തിച്ചു. അതാണ് ഫേസ്ബുക്കിൽ 2012 താൻ എഴുതിയത്. ഭാവിയിൽ ഞാൻ ആരെങ്കിലും ആയേക്കും. പ്രകൃതി എന്നെ അതിന് നിയോഗിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് താൻ ഫേസ്ബുക്കിൽ കുറിച്ചുവെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. ബിഗ് ബോസ് വിജയിച്ചത് വലിയ കാര്യമായിട്ടല്ല താൻ കാണുന്നത്. പക്ഷേ ഇതിലൂടെ താൻ പറയുന്നത് കേരളത്തിൽ ചെറുതെങ്കിലും ഒരു ആൾക്കൂട്ടം തന്നെ കേൾക്കുന്നു. തന്റെ ശബ്ദത്തിന് മുഖ്യമന്ത്രി മറുപടി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. താൻ ഇപ്പോൾ 2 മാസമായി ഫേസ്ബുക്കിൽ എഴുതുന്നില്ല. അതിന് കാരണം VD സതീഷിനെ പോലെ ഒരു പ്രതിപക്ഷ നേതാവ് ഇരിക്കുമ്പോൾ തന്നെ പോലെ ഒരുവൻ പറയുന്നത് അർത്ഥമില്ലെന്ന് താൻ കരുതിയത് കൊണ്ടാണെന്നും അഖിൽ മാരാർ പറയുന്നുണ്ട്. പുള്ളി എന്റെ പണിയെടുക്കട്ടെ. അവർ ആത്മാർത്ഥമായി പണിയെടുക്കുമ്പോൾ പിന്നിൽ നിന്നും സഹായിക്കാമെന്നേ ചിന്തിക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ എടുക്കുന്ന പണിയിൽ ഓസിന് ഇവരാരും അധികാരത്തിൽ എത്തേണ്ട എന്ന ചിന്തയാണ് പുറകോട്ട് വലിച്ചതെന്നും അഖിൽ മാരാർ കൂട്ടിച്ചേർത്തു. ഫേസ്ബുക്കിൽ എഴുതുന്നത് പെട്ടെന്നുണ്ടാകുന്ന തോന്നലാണ്. ചിലത് വീഡിയോ എടുത്ത് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാതിരുന്നിട്ടുണ്ട്. ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സഹായം ചെയ്യുമെന്ന് പോസ്റ്റ് ഇട്ടപ്പോൾ കുറച്ചു പേർ നല്ലത് പറയുമെന്നാണ് കരുതിയത്. എന്നാൽ അത് തിരിച്ചടിച്ചുവെന്നും മുഖ്യമന്ത്രിയെ വിമർശിച്ചതൊക്കെ വലിയ കുറ്റമായി മാറിയെന്നും ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കില്ലെന്ന് പറഞ്ഞത് വലിയ അപരാധമായി മാറി. തന്നെ കേരളത്തിലെ വൃത്തികെട്ടവനാക്കി മാറ്റാൻ മാധ്യമങ്ങളും ഇടതുപക്ഷവും ശ്രമിച്ചുവെന്നും അഖിൽ മാരാർ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടൊന്നുമായിരുന്നില്ല താൻ പറഞ്ഞത്. എന്നാൽ വിഷയത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് പിന്നിലുള്ള കാര്യങ്ങൾ പിന്നീട് പഠിച്ചത്. എന്നാൽ വലിയ തട്ടിപ്പാണ് അതിന് പിന്നിലെന്ന് പിന്നീട് മനസ്സിലായി. ഇത് തന്നെ കൊണ്ട് പറയിപ്പിക്കുകയും ഇതിന്റെ ശരികൾ എന്താണെന്ന് തന്നിലൂടെ പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തത് മറ്റൊരാളാണെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നാണ് അഖിൽ മാരാർ പറഞ്ഞത്. അതേസമയം കമ്മ്യൂണിസത്തിന്റെ ഒരുപാട് ആശയങ്ങൾ തനിക്ക് ഇഷ്ടമാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നാണ് താൻ സ്വയം വിശ്വസിക്കുന്നതെന്നും പാർട്ടിയിൽ പ്രവർത്തിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂവെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. പക്ഷെ അത് നടപ്പാക്കാൻ സാധിക്കില്ല. തുല്യത എങ്ങനെ കൊണ്ടുവരും? പിണറായി വിജയനും ഒരു ലോക്കൽ സെക്രട്ടറിയും ഒരുപോലെ ഇരിക്കണമെന്ന് തീരുമാനമെടുക്കാൻ സാധിക്കുമോ? അത് സാധിക്കില്ല എന്നും അഖിൽ മാരാർ പറയുന്നുണ്ട്. താൻ വിമർശിച്ചിട്ടുള്ളത് പിണറായി വിജയൻ എന്ന മനുഷ്യനെയല്ല, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ജനങ്ങളുടെ വിമർശനങ്ങൾ കേൾക്കാനും അവരുടെ ഓഡിറ്റിങ്ങിന് വിധേയമാകേണ്ടതുമായ ഒരാളാണ്. പിണറായി വിജയൻ എന്ന വ്യക്തിയെ എടുക്കുകയാണെങ്കിൽ വ്യക്തിപരമായി തനിക്ക് ഒരു പക്ഷേ ഇഷ്ടവും ഉണ്ടായിരിക്കില്ല. മുഖ്യമന്ത്രിയും സാധാരണക്കാരനും തുല്യരാണെന്ന് പറഞ്ഞ് നടക്കാതെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നുണ്ടോ, ജനം അവരുടെ കടമ ചെയ്യുന്നുണ്ടോ എന്നും പരിശോധിക്കപ്പെടുകയും ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മുടെ സിസ്റ്റം കുറച്ചുകൂടി മെച്ചപ്പെടുമെന്നും അഖിൽ മാരാർ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് താൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ തനിക്ക് വലിയ പിന്തുണയും ലഭിക്കുകയുണ്ടായി. ആ സംഭവം വലിയ വിവാദമാകുമെന്ന് കരുതി പറഞ്ഞതൊന്നുമായിരുന്നില്ല. തന്നോടുള്ള സ്നേഹം കൊണ്ടല്ല അന്ന് തനിക്ക് പിന്തുണ ലഭിച്ചത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ നിലവിൽ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോടുള്ള വിയോജിപ്പാണ് അവിടെ രേഖപ്പെടുത്തിയതെന്നും ആ വിയോജിപ്പ് അഖിൽ മാരാർക്കുള്ള പിന്തുണയായി മാറുകയായിരുന്നുവെന്നുമാണ് താരം പറഞ്ഞത്. അടിസ്ഥാനപരമായി പ്രതിപക്ഷത്തിന് ലഭിക്കേണ്ട പിന്തുണയായിരുന്നു അത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റ് ചൂണ്ടിക്കാട്ടി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക എന്ന ഉത്തരവാദിത്തമാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത്. എന്നാൽ അവർ അത് ചെയ്യുന്നില്ല. ഈ ഒരു വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ നിന്നും തനിക്ക് പിന്തുണ ലഭിച്ചിരുന്നുവെന്നും അടുത്തിടെ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ താൻ പോയിരുന്നു. മുഖ്യമന്ത്രിയെ കുറിച്ചൊക്കെ പറഞ്ഞതിനാൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്ന ആശങ്ക തനിക്ക് ഉണ്ടായിരുന്നെങ്കിലും അവിടുത്തെ പാർട്ടിക്കാർ നല്ല രീതിയിലാണ് പെരുമാറിയതെന്നും അഖിൽ മാരാർ പറയുന്നുണ്ട്. ലോക്കൽ സെക്രട്ടറിയൊക്കെ വിളിച്ച് കാണണമെന്ന് പറഞ്ഞു. ഈ പാർട്ടി നശിക്കണമെന്ന് കരുതിയല്ല താൻ ആ വിഷയം പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി ഭരിക്കേണ്ടതൊന്നുമല്ല, അദ്ദേഹം തന്നെ ഇനി ഭരിക്കട്ടെ, സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഭരണത്തിൽ ഉണ്ടാകുന്ന തെറ്റ് ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കണ്ണൂരിലെ സഖാക്കൾക്ക് കൂടെ കഴിയുന്നു എന്ന് പറയുന്നതിനെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് കാണുന്നതെന്നും അഖിൽ മാരാർ വ്യക്തമാക്കി. അതേസമയം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അഖിൽ മാരാർ വിവാദത്തിൽപ്പെട്ടത്. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ താല്പര്യമില്ലെന്നായിരുന്നു
അഖിൽ മാരാർ അന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചത്. പകരം താൻ വീടുകൾ വെച്ച് നൽകുമെന്നും അഖിൽ മാരാർ പറഞ്ഞിരുന്നു. മോശമായ ഭാഷയിൽ ദുരിതാശ്വാസ നിധിക്കെതിരെ സംസാരിക്കുകയും ചെയ്തിരുന്നു. അഖിൽ മാരാറിന്റെ പോസ്റ്റിനെതിരെ വ്യാപകമായി പ്രതിഷേധവും ഉയർന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയെന്ന പേരിൽ അഖിൽ മാരാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.